നമസ്കാരം. ഒന്നും അവസാനിച്ചിട്ടില്ല. ലോക അവസാനം കണ്ടു മാത്രം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ ഇരിക്കുന്ന കൊമ്പ് കൂടി മുറിച്ചു മാറ്റാൻ വിരളി പൂണ്ട് നടക്കുന്ന ട്രംപിന്റെ യുദ്ധക്കൊതി തീർന്നിട്ടില്ല, തീരുമുകയുമില്ല. റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിലെ താരിഫ് വർധനയ്ക്ക് പിന്നാലെ ഇറാനിൽ നിന്നുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്കുമേൽ 25% തീരുവ ചുമത്തുമെന്നാണ് ട്രംപിന്റെ പുതിയ ഭീഷണി. ഈ വർഷത്തെ ട്രംപിന്റെ ആദ്യത്തെ താരിഫ് മുന്നറിയിപ്പാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനുമായി വ്യാപാരം നടത്തുന്ന ഏത് രാജ്യത്തിനും അമേരിക്കയുമായുള്ള വ്യാപാരത്തിൽ 25% താരിഫ് ചുമത്തുമെന്നാണ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ഉത്തരവ് അന്തിമമാണെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇറാനിൽ അമേരിക്കൻ സൈന്യം ഇടപെടുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ട്രംപ് 25% തീരുവ ഏർപ്പെടുത്തുമെന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ലോകം വീണ്ടും ഒരാളുടെ അഹങ്കാര രാഷ്ട്രീയത്തിന്റെ തടവുകാരനാവുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഇറാനുമായി വ്യാപാരം നടത്തുന്ന ഏതു രാജ്യത്തിനുമേലും 25% തീരുവ ചുമത്തുമെന്ന ഭീഷണി വെറും സാമ്പത്തിക നയം മാത്രമല്ല, അതൊരു ആഗോള ഭീഷണിയുടെ പ്രഖ്യാപനം കൂടിയാണ്. ലോകത്തെ രാജ്യങ്ങളെ തന്റെ ഇഷ്ടത്തിന് കീഴ്പ്പെടുത്താമെന്ന ധാർഷ്ട്യമാണ് ഈ പ്രഖ്യാപനത്തിന്റെ ഉള്ളടക്കം. അന്താരാഷ്ട്ര നിയമങ്ങളെയും ഐക്യരാഷ്ട്ര സഭയെയും രാജ്യങ്ങളുടെ സ്വതന്ത്രതയും ട്രംപ് തുറന്നടിച്ച് വെല്ലുവിളിക്കുകയാണ്. ഇറാൻ വിഷയത്തെ ഒരു ന്യായം മാത്രമായി ഉപയോഗിച്ച് ലോക വ്യാപാരത്തെ തന്റെ നിയന്ത്രണത്തിലാക്കാനുള്ള സാമ്പത്തിക ആയുധമാണ് ട്രംപ് ഇവിടെ പ്രയോഗിക്കുന്നത്. ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായി വ്യാപാരം നടത്തുന്നതിൽ അമേരിക്കയ്ക്ക് ഇടപെടാനുള്ള എന്ത് അധികാരമാണുള്ളത്? ഈ ചോദ്യം ലോകം ചോദിക്കുമ്പോൾ ട്രംപ് അതിന് മറുപടിയായി തീരുവയും ഭീഷണിയും യുദ്ധഭാഷയും ഉയർത്തുകയാണ്. ഇന്ത്യ, ചൈന, UAE, തുർക്കി എന്നീ രാജ്യങ്ങളെ ആയിരിക്കും ഈ പ്രഖ്യാപനം പ്രധാനമായും ഏറ്റവും കൂടുതൽ ബാധിക്കുക. നിലവിൽ റഷ്യൻ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്കുമേൽ 25% പിഴച്ചുങ്കം അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുണ്ട്. 25% തീരുവയും 25% പിഴച്ചുങ്കവും ചേർത്ത് നിലവിൽ 50% തീരുവയാണ് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ പുതിയ പ്രഖ്യാപനം വീണ്ടും ഇന്ത്യക്ക് വെല്ലുവിളി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇറാനിയൻ എണ്ണയ്ക്ക് ഉപരോധമുണ്ടെങ്കിലും ഇന്ത്യയും ഇറാനും തമ്മിൽ ശക്തമായ മറ്റു ഉഭയകക്ഷി വ്യാപാരം നിലവിലുണ്ട്. 1950 ഒപ്പുവെച്ച ഇന്ത്യ ഇറാൻ സൗഹൃദ കരാറിന്റെ 75ാം വാർഷികമാണ് നിലവിൽ നടക്കുന്നത്. ഇറാന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നാണ് ഇന്ത്യ. ഇറാനിൽ നിന്നും ഡ്രൈ ഫ്രൂട്ട്സ്, കെമിക്കലുകൾ തുടങ്ങിയവ ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയും തിരികെ ബസ്മതി അരി, തേയില, പഞ്ചസാര, മരുന്നുകൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, ആഭരണങ്ങൾ, ചണം തുടങ്ങിയവ വൻതോതിൽ കയറ്റുമതി ചെയ്യുന്നുമുണ്ട്. നിലവിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ളവർ ഒഴിയണമെന്ന് ആവശ്യപ്പെട്ട് ഇറാനിൽ രാഷ്ട്രീയ പ്രക്ഷോഭം നടക്കുകയാണ്. റിയാലിന്റെ തകർച്ചയും നാണ്യപ്പെരുപ്പവും മൂലം ഇറാനിൽ ആരംഭിച്ച പ്രതിഷേധത്തിൽ മരണസംഖ്യ 648 കടന്നതായാണ് റിപ്പോർട്ടുകൾ. രാജ്യത്തെ 31 പ്രവിശ്യകളിലെ 180 നഗരങ്ങളിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ഭരണകൂടം കടുത്ത മുറകൾ തന്നെയാണ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധം പൊളിക്കാനായി രാജ്യത്ത് ഇന്റർനെറ്റ്, ടെലിഫോൺ ബന്ധങ്ങളെല്ലാം വിച്ഛേദിക്കുകയും ചെയ്തു കഴിഞ്ഞു. അതേസമയം പ്രതിഷേധക്കാർക്ക് പിന്തുണയുമായി ലോകമെമ്പാടും മാർച്ചുകളും നടക്കുന്നുണ്ട്. ലണ്ടൻ, പാരീസ്, ഇസ്താംബുൾ എന്നിവിടങ്ങളിലാണ് പ്രതിഷേധ മാർച്ചുകൾ നടക്കുന്നത്. എല്ലാവർക്കുമുള്ള മുന്നറിയിപ്പാണിത്. അമേരിക്കയോട് വഴങ്ങാത്തവർ ശിക്ഷിക്കപ്പെടുമെന്ന സന്ദേശം. ഇത്തരമൊരു ഏകാധിപത്യ സമീപനം തന്നെയാണ് ചരിത്രത്തിൽ ലോകയുദ്ധങ്ങളിലേക്ക് ലോകത്തെ തള്ളിവിട്ടിട്ടുള്ളത്. സാമ്പത്തിക ഉപരോധം, വ്യാപാര യുദ്ധം, നാണയ യുദ്ധം ഇവയെല്ലാം ഒടുവിൽ ആയുധ യുദ്ധത്തിലേക്കാണ് വഴിമാറിയത് എന്നത് ലോകം നേരത്തെ അനുഭവിച്ച യാഥാർത്ഥ്യങ്ങളാണ്. ട്രംപിന്റെ ഈ നീക്കം ലോക സമാധാനത്തിന് നേരെയുള്ള തുറന്ന ആക്രമണമാണ്. സാമ്പത്തിക സമ്മർദ്ദം കൊണ്ട് രാജ്യങ്ങളെ മുട്ടുകുത്തിക്കാമെന്ന തെറ്റായ വിശ്വാസം ആഗോള അസ്ഥിരതയിലേക്കാണ് നയിക്കുന്നത്. ഇതാണ് മൂന്നാം ലോക യുദ്ധത്തിന്റെ ആദ്യ ഘട്ടമോ എന്ന ആശങ്ക ഇന്ന് ലോകമാകെ ഉയരുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ 25% തീരുവ പ്രഖ്യാപനം ഒരു പ്രസിഡന്റ് എടുക്കുന്ന നയതന്ത്ര തീരുമാനമല്ല. അത് ലോകത്തെ അഗ്നികുണ്ഡത്തിലേക്ക് തള്ളിവിടുന്ന രാഷ്ട്രീയ ചൂതാട്ടമാണ്. സാമ്പത്തിക ശക്തി കൊണ്ട് ലോകത്തെ ഭീഷണിപ്പെടുത്താമെന്ന അമേരിക്കൻ അഹങ്കാരത്തിന്റെ ഏറ്റവും പുതിയ രൂപമാണ്. എന്നാൽ ചരിത്രം ഒരുപാട് തവണ തെളിയിച്ചിട്ടുണ്ട്, സമ്മർദ്ദം ചെലുത്തിയ രാജ്യങ്ങൾക്കെല്ലാം ഒടുവിൽ തകർച്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ നീക്കം ഇറാനെ മാത്രം ഒറ്റപ്പെടുത്തുന്നില്ല, മറിച്ച് അമേരിക്കയെ തന്നെയാണ് ലോകം ഒറ്റപ്പെടുത്താൻ തുടങ്ങുക. രാജ്യങ്ങൾ തമ്മിലുള്ള വിശ്വാസം തകർന്നാൽ വ്യാപാര ബന്ധങ്ങൾ യുദ്ധബന്ധങ്ങളായി മാറും. ഇന്ന് തീരുവയായി ആരംഭിക്കുന്ന യുദ്ധം നാളെ മിസൈലുകളായും ബോംബുകളായും മാറാൻ അധിക സമയം വേണ്ടിവരില്ല.
ലോകം ഇതിനകം യുദ്ധഭീതിയുടെ നിഴലിലാണ് ജീവിക്കുന്നത്. ട്രംപ് അതിലേക്ക് വീണ്ടും തീ കൊളുത്തുകയാണ്.